അനന്തനിലേക്ക്. അനന്തൻ, ഇപ്പോൾ പൊളിറ്റിക്കലി എത്രത്തോളം ഡാമേജ് ഈ വിഷയം ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളത് പ്രധാനപ്പെട്ടൊരു ചോദ്യമായി മാറുകയാണ്. കാരണം പത്മകുമാറിൻ്റെ അറസ്റ്റ് പോലും CPM-ന് ഉണ്ടാക്കിയ തിരിച്ചടി വളരെ പ്രധാനപ്പെട്ടതാണ്. അത് CPM അത് സമ്മതിച്ചില്ലെങ്കിൽ പോലും ഇപ്പോൾ കരുത്തനായ ഒരു രാഷ്ട്രീയ നേതാവാണ്, MLA ആണ്, മുൻ മന്ത്രിയാണ് കടകംപള്ളി സുരേന്ദ്രൻ. അപ്പോൾ അധികാരശേഷിയുള്ള ഒരു വ്യക്തി കൂടി ചോദ്യം ചെയ്യലിൻ്റെ പരിധിയിലേക്ക് വരുമ്പോൾ, ചോദ്യമുനയിലേക്ക് വരുമ്പോൾ അത് CPM-ന് ഉണ്ടാക്കുന്ന തിരിച്ചടി എത്രത്തോളമുണ്ട്? വലിയ തിരിച്ചടിയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല പ്രതീക്ഷ. കാരണം നമ്മൾ കണ്ടതാണ്, ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൻ്റെ ഘട്ടത്തിലാണ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് വന്നത്. അതിന് തൊട്ട് മുൻപാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട CPM-ന്റെ നേതാവ് കൂടിയായ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പത്മകുമാർ അറസ്റ്റിലാകുന്നത്. പത്മകുമാർ അറസ്റ്റിലായതോടുകൂടി അതുവരെയുള്ള അന്വേഷണത്തിൽ അറസ്റ്റിലാകപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട CPM നേതാവ് പത്മകുമാർ ആയിരുന്നു. അതിനൊപ്പം തന്നെ N വാസുവും അറസ്റ്റിലാകപ്പെട്ടു. N വാസുവും CPM-ന്റെ നേതാവാണ്. ഉദ്യോഗസ്ഥ തലത്തിൽ നിന്ന് വന്നയാളാണെങ്കിൽ കൂടി പ്രധാനപ്പെട്ട പാർട്ടി ചുമതലകൾ വഹിച്ചിട്ടുണ്ട്. അതിനൊപ്പം തന്നെ പാർട്ടിയുടെ CPM-ന്റെ ഒരു നോമിനി എന്ന നിലയിലാണ് ദേവസ്വം ബോർഡിലേക്ക് വരികയും ചെയ്തത്. അപ്പോൾ അങ്ങനെ രണ്ട് പ്രധാനപ്പെട്ട നേതാക്കൾ അറസ്റ്റിലാകുന്നു. അവരുടെ മൊഴികളിൽ നിന്ന് കടകംപള്ളി സുരേന്ദ്രനിലേക്കുള്ള പരാമർശങ്ങൾ ഉണ്ടാകുന്നു. അതുമായി ബന്ധപ്പെട്ട വാർത്തകൾ അത് പിന്നീട് തെരഞ്ഞെടുപ്പിൽ വലിയ പ്രചരണ ആയുധമായി മാറുകയും ചെയ്തു. അതിൻ്റെ തിരിച്ചടി തെരഞ്ഞെടുപ്പിൽ ഉണ്ടായി എന്നുള്ളത് വസ്തുതയാണ്. അപ്പോൾ ശബരിമല സ്വർണ്ണക്കൊള്ളയാണ് ഒരു പ്രധാനപ്പെട്ട തിരിച്ചടിക്ക് കാരണം എന്നുള്ളതും രാഷ്ട്രീയ കേന്ദ്രങ്ങൾ വിലയിരുത്തപ്പെട്ടിട്ടുള്ളതാണ്. അപ്പോൾ ഈ ഘട്ടത്തിൽ പ്രത്യേകിച്ച് ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പിന് 2 മാസം മാത്രമേ ഉള്ളൂ. ആ ഘട്ടത്തിൽ കടകംപള്ളി സുരേന്ദ്രനെ പോലെ ഒരു നേതാവിൻ്റെ പേര് സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെടുത്തി പുറത്തു വരുമ്പോൾ, അല്ലെങ്കിൽ സ്വർണ്ണക്കൊള്ള അന്വേഷിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ ഓഫീസിലേക്ക് മുൻ മന്ത്രി കൂടിയായ CPM-ന്റെ സമുന്നതനായ നേതാവ് കൂടിയായ കടകംപള്ളി എത്തി 2 മണിക്കൂർ ആ ഉദ്യോഗസ്ഥരുടെ മുന്നിൽ ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞിരുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും അത് വലിയ ക്ഷീണമാണ് CPM-ന് ഉണ്ടാകുന്നത്. രാഷ്ട്രീയമായ വലിയ തിരിച്ചടിയാണ്. മാത്രമല്ല, ഇനിയിപ്പോൾ അതിൽ പാർട്ടിയും കടകംപള്ളിയും ഒക്കെ വിശദീകരിക്കേണ്ടത് എന്ത് പങ്കിൻ്റെ പുറത്താണ്, ഏത് പശ്ചാത്തലത്തിലാണ് അങ്ങനെ ഒരു ചോദ്യം ചെയ്യലിന്, അങ്ങനെ ഒരു മൊഴിയെടുപ്പിന് പോകേണ്ടി വന്നത് എന്നുള്ളതാണ്. ഒരു മന്ത്രി എന്ന നിലയിൽ അന്ന് ദേവസ്വം ബോർഡിൽ തൻ്റെ കീഴിലുള്ള ദേവസ്വം ബോർഡിൻ്റെ നടന്ന കാര്യങ്ങൾ ചോദിക്കാൻ അത് സംബന്ധിച്ചുള്ള ക്ലാരിഫിക്കേഷൻ മാത്രമാണോ? അതല്ല ആ കേസിൽ പ്രതികളായിട്ടുള്ളവരുമായ സൗഹൃദത്തിൻ്റെ പേരിലോ, അതല്ലെങ്കിൽ അവരുമായി ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഇടപെടൽ ഉണ്ടായിട്ടുണ്ടോ എന്നതിൻ്റെ പേരിലോ, അവർക്ക് ഫേവറായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തതായി SITക്ക് സംശയം വന്നതിൻ്റെ പേരിലോ ആണോ എന്നുള്ള കാര്യത്തിൽ വ്യക്തത വരേണ്ടതുണ്ട്. അത് സംബന്ധിച്ച് ഇപ്പോൾ കടകംപള്ളിയിൽ നിന്നൊരു പ്രതികരണവും വന്നിട്ടില്ല. കടകംപള്ളി സുരേന്ദ്രൻ പ്രതികരിച്ചത് ആകെ ഇത്ര മാത്രമാണ്, 2019 കാര്യങ്ങൾ ചോദിക്കാൻ വേണ്ടി മാത്രമാണ് എന്നുള്ളതാണ്. പക്ഷേ 2019 എന്ത് കാര്യം ചോദിക്കാനാണ് എന്നുള്ളത് ഏറ്റവും പ്രസക്തമാണ്. അതിന് കൃത്യമായ സംശയരഹിതമായ ഒരു മറുപടി വന്നില്ലെങ്കിൽ അത് CPM-ന് വലിയ പ്രതിസന്ധി വരും ദിവസങ്ങളിൽ സൃഷ്ടിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്. പ്രതീക്ഷ, ഇവിടെ ഈ ചിത്രങ്ങളുടെ പ്രാധാന്യം എത്രത്തോളമുണ്ട് അനന്തൻ? കാരണം 1-2 ചിത്രങ്ങൾ കടകംപള്ളിയും പോറ്റിയും ഉള്ളത് പുറത്തേക്ക് വന്നിട്ടുണ്ട്. ഒരു മേശയ്ക്ക് ചുറ്റുമിരുന്ന് സംസാരിക്കുന്നതിൻ്റെ ചിത്രങ്ങൾ ഒക്കെയാണ് പുറത്തേക്ക് വരുന്നത്. അപ്പോൾ ആ ചിത്രങ്ങൾക്ക് കേന്ദ്രീകരിച്ചുള്ള പരിശോധന കൂടി, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ കൂടി ഉയർന്നിരിക്കണമല്ലേ? തീർച്ചയായിട്ടും പല മുഖ്യമന്ത്രി അടക്കം, സോണിയാഗാന്ധി അടക്കം സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട നേതാക്കൾക്കൊപ്പവും പ്രധാനപ്പെട്ട ചില ചടങ്ങുകളിലുമൊക്കെ ഉണ്ണികൃഷ്ണൻ പോറ്റി ഉള്ള ചിത്രങ്ങൾ എടുത്തിരുന്നു. ഈ ചിത്രങ്ങൾ പ്രതീക്ഷിന് ഓർമ്മയുണ്ടാകും, മാതൃഭൂമി ന്യൂസാണ് ആദ്യം പുറത്തുവിടുന്നത്. അന്ന് നമ്മൾ ഈ ചിത്രങ്ങളെല്ലാം പുറത്തുവിട്ടത് ഈ തട്ടിപ്പിന് നേതാക്കളുമായിട്ടുള്ള സൗഹൃദം ഈ ചോദ്യം ചെയ്യലുമായി ബന്ധപ്പെട്ട് കൂടുതൽ ഡീറ്റെയിൽസ് ശേഖരിക്കാൻ നമുക്ക് പ്രേക്ഷകരിലേക്ക് അടുത്ത ഘട്ടത്തിൽ അത് നൽകാൻ കഴിയും.